ഇനിയിപ്പോൾ കായംകുളത്തേക്ക് എത്തുമ്പോൾ അവിടെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഹോം ഗാർഡിനും സെക്യൂരിറ്റി ജീവനക്കാരനും കുത്തേറ്റു എന്നുള്ള വാർത്തയാണ്. കുത്തേറ്റ് ചികിത്സയ്ക്കെത്തിയ കാപ്പിൽ സ്വദേശി ദേവരാജനാണ് ഈ ആക്രമണം നടത്തിയത്. എന്റെ ദേഹത്ത് വെട്ടാൻ മുന്നേ ഇന്നിപ്പോ തന്നു പോലീസിനെ വരുന്നില്ല. പോലീസ് അന്നേരം വരുമല്ലോ, അല്ല ഡോക്ടർ വരുമല്ലോ. എന്നെ വെട്ടിയെന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇറങ്ങാൻ പറയുക. ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ്. പോലീസ് ഒറ്റ കുത്തി പോയി. അങ്ങനെ പോലീസ് വരുമല്ലോ, ഡോക്ടർ വരും. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നു. ശരണ്യ, എങ്ങനെയാണ് ഈ സംഭവം, ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ശരണ്യ? സജിത്ത്, ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയോട് കൂടിയാണ് ഈ കാപ്പിൽ സ്വദേശി ദേവരാജൻ എന്നുള്ള ആളാണ് അവിടെ ആശുപത്രിയിൽ എത്തുകയും ഒപ്പം തന്നെ ഈ ജീവനക്കാരെ മുൾമുനയിൽ നിർത്തുകയും ചെയ്തിട്ടുള്ളത്. ആദ്യം നഴ്സിംഗ് റൂമിലേക്ക് എത്തിയ ഇയാൾ കാലിന് മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നീട് അവിടെ കടന്നു വരുന്ന വഴിയിൽ തന്നെ ഹോംഗാർഡ് അടക്കമുള്ള ആളുകളും സെക്യൂരിറ്റി ജീവനക്കാരുമായി വഴക്കിട്ടാണ് ഇയാൾ അകത്തേക്ക് കയറി വന്നത്. പിന്നീട് അവിടെ വെച്ച് നടന്ന സംഭവങ്ങൾ തികച്ചും സംഘർഷഭരിതമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന നഴ്സസ് റൂമിൽ ഉണ്ടായിരുന്ന ഒരു കത്രിക എടുത്തുകൊണ്ടാണ് ഇയാൾ ഭീഷണി തുടർന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ നഴ്സ് റൂമിനകത്ത് നഴ്സ് അകപ്പെട്ട നിലയിലാണ് നിൽക്കുന്നത്. പുറത്ത് മറ്റ് സെക്യൂരിറ്റി ജീവനക്കാരുമുണ്ട്. നഴ്സിനെ ഈ കത്രിക ഉപയോഗിച്ച് അടുത്തേക്ക് വന്നാൽ കുത്തി ഇടും എന്നുള്ളതാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നഴ്സ് അകത്തേക്ക് ഈ ഒരു ഘട്ടത്തിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരുമായി ദേവരാജൻ സംസാരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇടയിൽ കൂടെ നഴ്സ് രക്ഷപ്പെട്ടു പോകാനായി ശ്രമിക്കുന്നതായും ദൃശ്യങ്ങൾ കാണാം. പക്ഷേ വീണ്ടും നഴ്സിന് നേരെ നഴ്സിനെ കുത്തി കൊലപ്പെടുത്തുമെന്നുള്ള ആക്രോശമാണ് ദേവരാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നടന്നത് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരും ഒപ്പം തന്നെ പോലീസ് എയ്ഡ് പോസ്റ്റിലെ പോലീസുകാരും ഒക്കെ ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ രണ്ട് ജീവനക്കാർക്ക് സെക്യൂരിറ്റി ജീവനക്കാരനെ കുത്തേറ്റു. ഒപ്പം തന്നെ ഹോംഗാർഡ് വിക്രമൻ, സെക്യൂരിറ്റി ജീവനക്കാരൻ മധു എന്നിവർക്കാണ് കുത്തേറ്റത്. ഇതിൽ കുത്തേറ്റ ഒരാളുടെ കൈക്ക് ഞരമ്പ് മുറിഞ്ഞതിനെ തുടർന്ന് ആലപ്പുഴ മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസുകാരായ ശിവകുമാറിനും ശിവൻപിള്ളയ്ക്കും ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ജീവനക്കാരെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെയോടെ ഉണ്ടായിട്ടുള്ളത്. ഈ ദേവരാജൻ പറയുന്നുണ്ട് താനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്, തനിക്ക് ഡോക്ടറെ കാണാനായി അനുവാദം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തുടക്കം മുതൽ തന്നെ അക്രമാസക്തനായാണ് ദേവരാജൻ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. ഇയാളെ പിന്തുടർന്ന്, അതായത് ഒരു ലോറിയിൽ വന്നിറങ്ങിയ ദേവരാജനെ പിന്തുടർന്ന് ദേവരാജന്റെ ഭാര്യയും മക്കളും അടക്കമുള്ള ആളുകളും എത്തിയിരുന്നു. പിന്നീട് ഇവര് കയറി ദേവരാജനെ തടയുന്ന ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 2 പേർക്കാണ് ഈ അക്രമത്തിൽ കുത്തേറ്റിട്ടുള്ളത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.